നമ്മുടെ അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നവർ കാലങ്ങളായിട്ട് നടക്കുന്ന പച്ചക്കറി കൃഷി ചെയ്യുന്നവരും കാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന ഒരു കാര്യത്തിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഞങ്ങൾ കേട്ടോ. ഇത് കണ്ട, ഇത് ഒരു പച്ചക്കറി പന്തലിൻ്റെ സാധനമാണ്. നമുക്ക് കയ്പക്കായ ഇതൊരു കനോലിയ കണ്ട, ഇതിന് മുകളിൽ വെള്ളിയുണ്ട്, അത് അതിൻ്റെ കാലുകളാണ് കേട്ടോ. നമ്മുടെ അവിടേക്ക് പോവാണ്. സാധാരണ നമ്മൾ കണ്ട ഈ കാലും അതൊക്കെ കുത്തിയിട്ടല്ല നമ്മൾ ചെയ്യാറ്. അപ്പോൾ കുറേ പണിയെടുക്കണം, പിന്നെ കാല് അതിന് പാത്രത്തിൽ കിട്ടില്ല. അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമ്മുടെ സുമേഷിനോട് പറഞ്ഞപ്പോൾ സുമേഷ് പറഞ്ഞു സിമ്പിളായിട്ട് പന്തലുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതുപോലത്തെ 5 പന്തലുകൾ ഉണ്ടാക്കി വേണം. നമ്മുടെ കുക്കുംബറും ഇതൊക്കെ ഈ വലുതായി വരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പന്തൽ കൂടിയേ മതിയാവും. അവർ പറഞ്ഞു ഞങ്ങൾക്ക് പന്തലിട്ട് തന്നില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ നിലത്ത് കിടന്നുറങ്ങുമെന്ന് പറഞ്ഞു. അത് ഭംഗിയായിട്ട് പെയിൻ്റ് അടിച്ച് അവൻ തന്നു. ഇനി ഇവരെ കയ്യിലിരിക്കുന്നത് 4 കാലുകളാണ്. കണ്ട, കാലിൻ്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഏത് പ്ലേറ്റ് എന്ന് പറയും, ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മണ്ണിൽ കുഴിച്ചിടേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പന്തലാകുന്നത് നോക്കി കാണിച്ചു തരാം. ഇതേ എന്നിട്ടേ ഇതിൻ്റെ അടിയിലേക്ക് വെച്ച തരുതേ. അതെ കണ്ട, ഇത് ഇതിനുള്ളിലേക്ക് കയറ്റിടാം. കണ്ട, കയറ്റിയിട്ടു കയറ്റിയിട്ടേ കയറ്റിയില്ലേ, സിമ്പിളാണ്. കണ്ടാ, ഇനി ഇവിടുത്തെ അത് പിടിച്ചെന്നെ കണ്ട, ഒരു കനമൊന്നുമില്ല ഇത്. ഇനി ആ കാല് സരിത വെച്ചേ. ഇതിൻ്റെ വെച്ചു 3 കാലായി. ഇവിടെ കമ്പി കൊണ്ട് ആക്കാനാ പറഞ്ഞേട്ടാ. അത് പറ്റില്ല. കണ്ട, സെറ്റായി. കണ്ട, ഇനി ഇതെടുത്തിട്ട് നമ്മൾ അതിൻ്റെ കടയ്ക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. വേണ്ടോ, ആടിക്കോട്ടെ. അതിനിപ്പോൾ എന്ത് വേണം? ഇതിപ്പോൾ ഞാൻ ഗുസ്തി പെടുത്താനല്ല. പിടിക്ക് അതല്ല പിടിച്ചേ. ഇതാടാ, ഈ വെണ്ടായ്മ ചവിട്ടരുത്. അപ്പം നമ്മുടെ കുക്കുംബറാണ് ഈ സാധനം കാണുന്നത്. അവൻ്റെ അവിടെയാണ് ഏറ്റവും ആദ്യം വയ്ക്കുന്നത് കേട്ടാ, കുക്കുംബർ. കണ്ട, പന്തൽ സെറ്റ്. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് 2-3 ഇതുകൾ വെച്ച് കൊടുത്താൽ മതി. ഇതിന് കുഴി വേണ്ട. ഇങ്ങോട്ട് നീക്കി വെച്ചോണി. കണ്ട, അടിപൊളി പന്തൽ. അത് കൈക്കോട്ടെ കേട്ടെ, കാണിച്ചു തരാം. ഞാനുള്ളതുമേ ഇവിടുന്ന് ഒരു ലെവലാക്കാനാ. എന്നിട്ട് ഇവിടെ 2-3 വേണമെങ്കിൽ കോലുകൾ അതിന് വെച്ചാൽ മതി. കാര്യം കഴിഞ്ഞു. ഇപ്പോൾ ചെറിയ വല വേണമെങ്കിൽ പച്ചക്കറിയുടെ പന്തലിൻ്റെ വല കെട്ടാൻ വേണമെങ്കിൽ ഹോളുകൾ വലുതായിട്ടുള്ളത് അതായിട്ട് കെട്ടാം. ഇപ്പോൾ നോക്കിയാൽ ഇങ്ങോട്ട് വന്നേ, ചെറിയ കണ്ട ഈ പന്തൽ നോക്കിയാൽ ഇത് കണ്ട, ഈ ടൈപ്പ് കല്ലുമടി ഇതാ, ഈ ടൈപ്പ് ഉണ്ട് കണ്ട. ഇത് പടവല ഉണ്ടായിട്ടുണ്ട്. ഇത് മറ്റേ കണ്ട ഇങ്ങനത്തെ പൈപ്പ് വെച്ചിട്ട് ആക്കിയിട്ടാണ്. ഇത് മോലക്കൂടിയാണ് കൂടുതൽ വെച്ചിട്ടുള്ളത്. ഇത് പടവലയ്ക്ക്. പിന്നെ പടവലയ്ക്ക് മാത്രമല്ല, ഇത് കയ്പക്കായും പടർത്തിയിട്ടുണ്ട് കേട്ടോ. ബലൊന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ബലം ഉണ്ടാവില്ല. അതിന് കാലിന് ബലം ഉണ്ടാവില്ലല്ലോ. അത് കേട്ടോ, കയ്പക്കായും പടർത്തിയിട്ടുണ്ട്. അതാണ് ഇങ്ങനത്തെ ടൈപ്പ് സാധനം. നമുക്ക് അടുത്തത് കൊണ്ടുവരാം. അടുത്തത് വയ്ക്കേണ്ടത് ഇത് പടവലാണ് കേട്ടോ. ഇതിപ്പോൾ കുക്കുംബറിന് വെച്ചു. ആ കുക്കുംബറിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേത് ഇത് പടർത്തും ചെയ്യാം നമുക്ക് വിളിക്കും കേട്ടോ. ഇനി രണ്ടാമത്തെ കേട്ടോ, കനം തരും. നല്ല ഐഡിയ കേട്ടത്. ഇതിവിടെ ഇതാണ് പടവലങ്ങും പൊങ്ങൽ വേണ്ട. പൊക്ക് ജഗ് പൊക്ക് അവിടെ വെച്ചാ. രണ്ടാമത്തെയും വെച്ച് കഴിഞ്ഞു. നിങ്ങൾ നീക്കി വെച്ച തരില്ല. അവിടെ നിന്ന് നീക്കി വയ്ക്കേണ്ടി വരും. ജഗ അങ്ങോട്ട് അവിടെ നിന്ന് പിടിച്ചേ മതി, ഇത്ര മതി. നമ്മൾ ഈ പന്തൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് പന്തലിൻ്റെ ഇത് കെട്ടിയിട്ട് കാലത്തോട്ട് കെട്ടൽ തുടങ്ങിയതാ.
കെട്ടി പോണത് കണ്ടല്ലോ. ഈ കേരര വള്ളിയുണ്ട്, കണ്ട കേരര വള്ളി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കേരര ഇത് ഓരോരുത്തരുടെ 90 രൂപയാണ് കേട്ടോ വില. ഇതുപോലത്തെ ഒരെണ്ണത്തിൻ്റെ കെട്ടൽ കഴിഞ്ഞു. ഓരോത്തിൻ്റെ ഇല്ല, ഒന്ന് കെട്ടി ഇതിൻ്റെ അപ്പുറത്തും കെട്ടി നോക്കിയാൽ കെട്ടിപ്പോൾ വേണ്ട നോക്കിയാൽ ഇത് കെട്ടി വേണ്ട. ഇത് ഇങ്ങനെ വള്ളി കെട്ടി പിന്നെ ഇങ്ങനെയും കെട്ടി അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അവിടത്തേക്കും കെട്ടി കഴിഞ്ഞു. ഇപ്പോൾ ഇവരൊക്കെ ഉണ്ട് പടർന്ന് കയറി തുടങ്ങി. അപ്പോൾ നമുക്കിനി സമയം ഉച്ചയായി. വാ ഇങ്ങോട്ട് വാ. ഈ സാധനമല്ലേ ഇത് കുക്കുംബറാണ്. അത് കുക്കുംബർ പടവലങ്ങ എല്ലാം കെട്ടി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇവർക്ക് ഇത് കെട്ടൽ ഭയങ്കര സിമ്പിളാണ് നോക്കിയാൽ. നമുക്ക് വേറെ ഈ കോലും കീലൊന്നും വേണ്ട. സാധാരണ നമ്മൾ അല്ലേട്ടൻ നമ്മൾ പറഞ്ഞില്ലേ അവിടെ മറ്റേ ഈ പട്ടരിയാണ് വെച്ചിട്ടുള്ളത്. ഇതിന് മുകളിൽ തെങ്ങിൻ്റെ പട്ടയും അതുമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ പിന്നെ കിണർ വലയേക്കാളും ഇത്തിരി കൂടിയും വല തന്നെ വല ഇത്തിരി ഓട്ട കൂടിയുള്ള ഈ മറ്റേ പച്ചക്കറി വില കിട്ടും. അത് കെട്ടിയാലും മതി. പക്ഷേ അതിനേക്കാളും നല്ലത് ഈ സാധനമാണ്. ഈ സാധനം നോക്കിയാൽ ഇതിങ്ങനെയുണ്ട്, നമ്മളിതിങ്ങനെയുണ്ട് കെട്ടിയിട്ട് ഇത് എത്ര നാൾ വേണമെങ്കിലും നിന്നോളൂ. നമുക്കിത് ഊരി മാറ്റുക അല്ലെങ്കിൽ അങ്ങനത്തെ ഇതുകളൊന്നും വേണ്ട. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ അളവ് ഏകദേശം നോക്കിയിട്ട് അതായത് ഇത്രയ്ക്ക് ഇതിലൊന്ന് മുറിക്കും. എന്നിട്ട് നോക്കിയാൽ ഈ സാധനത്തിന് ഇപ്പം ഇങ്ങനെ വില ഇങ്ങനെ കെട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കൂടെ കൊണ്ടുപോയിട്ട് മോളിയോടെ കൊണ്ടുപോയിട്ട് ഇങ്ങനൊരു കെട്ട് കണ്ട ഇങ്ങനൊരു കെട്ട് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി. ഈ സാധനങ്ങൾ ഇങ്ങനെ ഉള്ള കാരണം ഇത് താഴില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ വില ഇങ്ങനെ കെട്ടിയിട്ടുള്ള സാധനം ഇങ്ങനെ താഴില്ല. അങ്ങനെ ഗുണമുണ്ട് ഇതിൻ്റെ. അപ്പം ഇങ്ങനെ കെട്ടലാണ് നമ്മുടെ പണി. കാലത്തോട്ട് തുടങ്ങിയതാണ്, കഴിയാറായി. ഇപ്പോൾ ഈ 2 കൂടി ഉള്ളത് കെട്ടാനായിട്ട്. പിന്നെ ഇത് അവിടെ ഓരോന്നിനെ കെട്ടിയിട്ടുണ്ട്. എനിക്ക് കാണിച്ചു തരാം. അത് കായൊക്കെ പോണപ്പോൾ നോക്കണ്ട. നല്ല വെയില. ഈ കായപ്പക്കായരെ പന്തൽ കെട്ടി കഴിഞ്ഞു. നമ്മൾക്ക് പടർത്തി വെച്ച് കൊടുത്തു. ഇങ്ങനെ ചാഞ്ഞ് കിടക്കായിരുന്നു. നല്ല നമ്മൾ പടർത്തി വെച്ച് കൊടുത്തു. അടിപൊളി പന്തലായി. അപ്പോൾ ഉച്ചയായ കാരണം ചോറും കൂട്ടാനും വെക്കണമല്ലോ. സരിത കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കയ്യിൽ നാളികേരം പാലാണ് സരിതയുടെ കയ്യിൽ. അപ്പോൾ ഉച്ചയിലത്തെ കൂട്ടാൻ വെപ്പ് ഇവിടെ വെച്ചിട്ടുണ്ടാവാൻ പോണത് കേട്ടോ. ആ ശവമൊക്കെ സെറ്റാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിനായിരുന്നു, മീൻ കൂട്ടാനൊന്നും ഇല്ല. അപ്പോൾ ഇതിവിടെ നോക്കിയേ നമ്മുടെ കൃഷിയെടുത്തിരിക്കല്ലേ പോണത് കേട്ടോ. അല്ല ചേട്ടൻ ഇവിടെ പടവലങ്ങ നട്ടിട്ടുള്ളത്. അപ്പം അല്ല ചേട്ടൻ 2-3 ദിവസമായി പറയണു അത് പൊട്ടിച്ചോട്ടാന്ന്. പടവലങ്ങ കേട്ടിട്ടുണ്ടാ? പടവലങ്ങ കുറേ ഉണ്ട്, 3-4 പടവലങ്ങ ഉണ്ട്. അവിടെ ഒരെണ്ണുണ്ട്, ഇവിടെ 2 വലിയ പടവലങ്ങ ഉണ്ട്. കണ്ട ഈ പടവലങ്ങ മുറിക്കുക അല്ലേ. സരിത പടവലങ്ങയും ചെമ്മീനും തമ്മിലുള്ള കത്തനിക്ക് 3 ചില്ലറി മണല്ലേ. അല്ല എനിക്ക് ഇഷ്ടമില്ല മണം. ആർക്കും ഇഷ്ടമില്ല, മിക്കവാറും ആർക്കും ഇഷ്ടം ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു കുത്ത് കിട്ടിയിട്ടുണ്ട്, മുറിച്ച് നോക്കിയാൽ അറിയുള്ളത്. മൂക്ക് കൊണ്ടിട്ട് എൻ്റെ മൂക്കും അത്രയ്ക്ക് ചെളിയില്ല. ഇതിവിടെ വയ്ക്കും, ഞാനവിടെ പന്തൽ കെട്ടും. അത് കഴിഞ്ഞിട്ട് പന്തൽ കെട്ടി കഴിഞ്ഞിട്ട് ചോറിന ആ കേടുള്ള ഭാഗം നോക്കിയിട്ട് തന്നെ ഇത് വാങ്ങിക്കണ പടവലങ്ങ. ഇതെന്താണെന്നറിയോ? ഇതെന്താണെന്നറിയോ, നമ്മളേ ഇതിൻ്റെ മണം അടിച്ച് നമ്മൾ ഇങ്ങനെ നോക്കി അവസാനം ഇതിൻ്റെ മണത്തിന് നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത പോലെയാവും. കടാ മുറിക്കാനുള്ള കാര്യം കേടായിട്ടില്ല കേട്ടാ. അപ്പം ഇനി പടവലങ്ങയും ചെമ്മീനുമാണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. ചെമ്മീൻ നമുക്ക് ഉണക്കാൻ പറ്റിയില്ല. ഞാൻ ചെമ്മീൻ ഒരു പേര് വാങ്ങിച്ചതാ. നല്ല ഭംഗി നന്നായി കഴിക്കാം. സാധാരണ വെക്കാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടവലങ്ങ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വേപ്പിൻ്റെ ഇല ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ട് വേവുമ്പോൾ ഈ ചെമ്മീനും നാളികേരം കൂടിയിട്ട് അരച്ചിട്ട് അതിൽ ചേർത്ത് തിളയ്ക്കുമ്പോൾ ഉള്ളി അച്ചു കാമ്പറി വരുന്ന നോക്കിയേ.
ഞാൻ എന്നെ വിളിക്കണം വെച്ചു. ഇത് നമ്മുടെ രാജലക്ഷ്മി ചേച്ചിയുടെ ഒരു റെസിപ്പിയാണ്. രാജലക്ഷ്മി ചേച്ചി നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളതൊന്നല്ല കേട്ടാ, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ആളുടെ വീട്ടിൽ വെക്കണ രീതി പറഞ്ഞപ്പോൾ എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് രസം ഉണ്ടാവും തോന്നി. നമ്മൾ വെക്കണതിനേക്കാളും രസം ഉണ്ടാവും തോന്നി. അപ്പം അതാണ് ഇപ്പോൾ വെക്കണത്. ഞാനേ ഇവിടെ പള്ളിയിൽ കേട്ടിട്ടുണ്ട് കേട്ടാ സരിത. കൈ ഇങ്ങനെ മുകളിലേക്ക് ആക്കി കൈ കളിച്ചെറിയണ്ടേ. ഞാനേ ഇവിടെ നിന്നിട്ട് കേട്ടാ. ഇത് ഒരാളെ കുറച്ചെണ്ണം വെട്ടണല്ലോ. പടവലങ്ങ എനിക്ക് മറ്റേ ടൈപ്പില്ലേ, മറ്റേ ശ്രീദേവി ഡോക്ടർ പറഞ്ഞു തന്നില്ലേ, ആ സാധനം ചെയ്യണം. അത് ബെസ്റ്റ് സാധനം കേട്ടാ. നമുക്ക് വയറിന് നമ്പർ 1 ആണ് ഇത്. ഒരളവിനുള്ള കുറച്ചെണ്ണം വേണം, അറിയി 12 എണ്ണം വേണം, 11 എണ്ണം വേണം. പടവലങ്ങ മുറിക്കാൻ ഭയങ്കര രസമല്ലേ. കുഴപ്പമില്ല, അത് അത്ര ഹാർഡല്ലല്ലോ, സുഖ. ഇത് ഇവിടെ പാചകം ഇവിടെ ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ ഇവിടുന്ന് പാചകം ചെയ്യാൻ അടുക്കളയിലേക്ക് പോകാൻ മടി തുടങ്ങി. എന്താ സരിതയുടെ അഭിപ്രായം? ആര് പറഞ്ഞു? ഇവിടെ അങ്ങനെ കാറ്റും കൊണ്ട് പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന് പാചകം ചെയ്യണതിൻ്റെ രസം അത് ശരിയാ, വേറെ വല്ലത്തിനും കിട്ടുമോ? പിന്നെ മഴയാണ് ഒരു കുഴപ്പമാണ്. ഇന്നലെ വിട്ടിട്ട് പൊരിഞ്ഞ മഴയായിരുന്നു. ഈ ആ ചട്ടിയിൽ കഴിയുക, നീ ആ ചട്ടിയിൽ മീൻ ചട്ടിയിൽ അല്ല ചീന ചട്ടിയിൽ മീൻ ചട്ടിയിൽ കഴിയുക. കാച്ചാനുള്ള സാധനം എടുത്തില്ലേ? അതുണ്ട്. 5 പന്തലാണ് നമ്മൾ ഉണ്ടാക്കിയത്. 5 എണ്ണം ഉണ്ടാക്കിയാലും പോരാ. ഇനി അവിടേക്ക് കോവക്കായ്ക്ക് ഒരു പന്തൽ കൂടി വേണം. കോവക്കായ്ക്ക് ഒരു പന്തൽ കൂടി വേണം. അത് പിന്നെ ഇനി പണിയില്ല. സാധാരണ എന്തെങ്കിലും മുളയും അതൊക്കെ വെച്ച് കെട്ടി ഒരെണ്ണാക്കാം. അല്ലെങ്കിൽ പറമ്പ് മുഴുവൻ പന്തലാന്ന് പറയും. ഇല്ലേ സരിത? ഇപ്പോൾ 5 എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണത്. പക്ഷെ എന്നിട്ട് 5 എണ്ണം ചേട്ടൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിന് ഇത്ര അധികം? പക്ഷേ ഉണ്ടാക്കി വെച്ച് വന്നപ്പോൾ പോരാ. ഇനി കുറേ സാധനത്തിൽ നടാണ്ട് അവിടെ മറ്റേ കാരണം കയ്പക്കായ ഞാൻ 3 സ്ഥലത്ത് നട്ടിട്ടുണ്ട്. കയ്പക്കായ നമുക്ക് എന്തോരം മതിയാവാത്ത സാധനമാണ്. പിന്നെ അധികം ഉണ്ടാവില്ല. കയ്പക്കായ ഇത് മതിയാ? ഇത് മുഴുവൻ എടുത്ത വെറുതെ തിന്നാം. അപ്പം നമ്മളിത് കേട്ടിരുന്ന് ഇങ്ങനെ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി. നമ്മുടെ പച്ചക്കറികളിലത്തെ ഏറ്റവും വലിയ പച്ചക്കറി തൈ എന്ന് പറയാനൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും. അവസാനം പന്തൽ കെട്ടാനാണല്ലോ സരിത ഒരു ബുദ്ധിമുട്ട്. പന്തൽ കെട്ടാന്നേ ഞാനിങ്ങനെ ചെയ്യാറില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇവർ പൊന്തി വരുന്നതിന് മുമ്പ് പന്തലൊക്കെ സെറ്റാക്കി ആദ്യമായിട്ടാണ്. ഒന്നിങ്ങനെ അത് കണ്ടമാനം നീളം വെച്ച് ഇങ്ങനെ പടർന്ന് കിടക്കുമ്പോൾ പിന്നെ എന്നിട്ടാവും പന്തൽ എന്തെങ്കിലുമൊക്കെ ആക്കാം. എന്നിട്ട് എന്നിട്ട് അതിനെ അവിടെ നിന്നൊക്കെ പിടിപ്പിച്ചിട്ട് വേണം അതിൻ്റെ മുകളിലൂടെ പടർത്തിയാണ്ട് കൊടുക്കും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ തണ്ടുകൾ ഒടിയും. ഇവരുടെ തണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടുമ്പിളിക്ക് ഒടിയേ അത്രയ്ക്ക് സോഫ്റ്റാണ് ഈ ഇവരുടെ തണ്ടുകളെ. ഈ ഇത് ഒരു ദിവസം ഇത്രയ്ക്കൊക്കെ നീളം വരുന്നതാണ്. ഒരു 1.5 അടി നീളം ഓരോ ദിവസം വളർച്ചയുണ്ട് വീട്ടുകൾക്ക്. ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോൾ നല്ല ഇതിലേക്ക് പോകുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്രയ്ക്കും മൃദുവായിരിക്കും. തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് പാല് ഞാൻ അടുത്ത നേട്ടാകുമ്പോൾ അതേ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നത്, ഞാൻ നാളെ മറ്റേ ഈ ഫ്രൂട്ട്സ് കടയിൽ പോയില്ലേ, അപ്പോൾ കണ്ടമാനം ഈന്തപ്പഴം അത് ഇതൊക്കെ തിന്നുന്നത് കണ്ടതല്ലേ? ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടയിലേക്ക് പോയില്ലേ നമ്മുടെ രാജ്യം ബാബു ചേട്ടൻ്റെ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഷുഗറൊന്ന് അതിൽ കണ്ടമാനം കമൻറ്റ്, ഷുഗറൊന്ന് ടെസ്റ്റ് ചെയ്തോ, അങ്ങനെ കുറേ കമൻറ്റുകളില്ലേ. പിന്നെ എന്നിട്ട് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തു, ഷുഗർ കൊളസ്ട്രോളൊക്കെ ടെസ്റ്റ് ചെയ്തു, ഒക്കെ നോർമലാണ്. എൻ്റെ ഒരു കുഴപ്പമില്ല. അത് നമ്മളിവിടെ കൈക്കോട്ട് കളിക്കുന്ന കാരണമായിരിക്കും. പണിയെടുക്കുന്നുണ്ട് നല്ലോണം. ചിലപ്പോൾ അതായിരിക്കും. ഒരു കുഴപ്പമില്ല കേട്ടാ. ഓൾറെഡി പെർഫെക്റ്റ് ആണ് ഇപ്പോൾ.
ഇത് കുറേ ആയോ ചേട്ടാ? ഇത് അത് കുറച്ച് വേണമെങ്കിൽ എടുക്ക്. അത് ഞാൻ പിന്നെ മറ്റോണം വെച്ചിട്ട് അരിഞ്ഞ് കഴിച്ചോണ്ട്. നിനക്ക് ആവശ്യമില്ല എടുത്തോ. ബാക്കിയുള്ളത് ഞാൻ മറ്റോണം വെറുതെ സിമ്പിളായിട്ട് ശ്രീദേവി ഡോക്ടർ പറഞ്ഞ പോലെ വെറുതെ വേവിച്ച് ഇത്ര മതി നമുക്ക്. അത് മാത്രം മതി. അവിടെ വെച്ചോ. അത് ഞാൻ ഉണ്ടാക്കി കഴിച്ചോണ്ട്. ഇത് ചേട്ടന് എന്തുട്ടാ അതിനെ പറയാം? മെഴുക്ക് പുരട്ടിയല്ല, മെഴുക്ക് ഒന്നുമല്ലത്, വെറുതെ മറ്റേ ഇതില് വേവിച്ചിട്ട് കഴിക്കുന്ന. ഞാനേ ഈ പടവലങ്ങ കഴുകി വരട്ടേട്ടാ. ഇതിലേക്ക് ചുമന്നുള്ളിയും ഇഞ്ചിയും ചതച്ച് ഇടുന്നുണ്ട് കേട്ടാ. തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. തീ കത്തിച്ചാ? കത്തി അതൊന്ന് ചൂടാവാൻ. ഒരു കഷ്ണം ഇഞ്ചി ചതക്കട്ടാ. തീ കത്തിച്ച് തന്നുണ്ട്. ഇഞ്ചി പിന്നെ പച്ചമുളക്, ഇതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത് നാളികേരപ്പാലിലാണ് ഇതുണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞങ്ങൾ നാളികേരം ഞാനൊക്കെ അരച്ച് ചേർക്കാറ പതിവ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കൂട്ടാൻ നാളികേരപ്പാലിൽ. ഇതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. അയ്യോ, വേപ്പിൻ്റെ ഇല പൊട്ടിച്ചാ? ഒരു കതിര് കാച്ചാൻ മാറ്റി വയ്ക്കാം നമുക്ക്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള പാല്, ഇത് ഒരു നാളികേരത്തിൻ്റെ ഒരു ചെറിയൊരു നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും. ആൾ വയ്ക്കണ രീതി ഇങ്ങനെയല്ല കേട്ടാ. ആൾ വയ്ക്കണ ഇങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ടാണ് പടവലങ്ങ വേവിക്കുക. വെന്ത് വരുമ്പോൾ ഒരു നാളികേരത്തിൻ്റെ 2-ാം പാൽ ഒഴിക്കും. എന്നിട്ട് ആ 2-ാം പാൽ ഒഴിച്ച് തിളച്ച് ഇതായി വരുമ്പോൾ 1-ാം പാൽ ഒഴിച്ചിട്ട് കുറുകിയിട്ട് ആണ് പിന്നെയാണ് കാച്ചുക. ഞാൻ അപ്പോൾ ഇത് വേവിക്കണത് തന്നെ ഇതിൻ്റെ പാലിലാണ്. നമ്മൾ 1-ാം പാൽ മാറ്റി വെച്ചിട്ടൊന്നുമില്ല, ഒരു പാലിൻ്റെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അല്ല, 1ഉം 2ഉം പാൽ എടുത്തിട്ടുണ്ട്, അത് ഒരുമിച്ച് ഒഴിച്ചു. ഞാൻ അത് വേവട്ടെ. സാധാരണ കായ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഉണ്ടാവാറില്ല. ഇതിപ്പോൾ എന്തുകൊണ്ടോ 5 നട്ടു. ഇത് മുന്നേ നട്ടാണ് കേട്ടോ ഒരെണ്ണം. 5 നട്ടതൊക്കെ മുളച്ചു. അപ്പോൾ ഒന്നും കളയാൻ തോന്നില്ല. അപ്പോൾ ഇവർക്ക് ഞാൻ കണ്ട ആട്ടുംകാട്ടം വാങ്ങിച്ചു കൊടുക്കും. ഒരു ചാക്ക് ആട്ടുംകാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നു 10 രൂപ കിലോ വെച്ചിട്ട്. അപ്പോൾ ആട്ടുംകാട്ടൊക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയാക്കാൻ പോകുന്നു. ആട്ടുംകാട്ടം ഇട്ട് ഭംഗിയാക്കാൻ പോലെ കേട്ടോ. ആട്ടുംകാട്ടം വളമിട്ട് കൊടുക്കണം. ചവറും ആട്ടുംകാട്ടം ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു വളപ്രയോഗം. വളം കൂടിയിട്ട് വല്ല കുഴപ്പമുണ്ടാവുമെന്നാണ് എൻ്റെ പേടി. ജൈവവളം കൂടിയിട്ട് കുഴപ്പമുണ്ടാവും. പശുവിൻ്റെ മൂത്രം ജൈവല്ലേ, അത് ഇത്തിരി അധികം ഒഴിച്ചു കൊടുത്ത് നോക്കിയോ ഒക്കെ കരിഞ്ഞു പോകും. അത് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. പക്ഷെ അധികം വരുന്നത് ചേട്ടാ, എന്ത് സാധനം അധികമായാൽ അമൃതും വിഷം എന്ന് പറയില്ലേ. ജൈവവളാണെങ്കിൽ അധികമായ പൊട്ടയാ. ഞാനിതിനെ കോഴിക്കാട്ടം അധികമായി കഴിഞ്ഞാൽ കോഴിക്കാട്ടം അങ്ങനെ ഇട്ട് കൊടുക്കില്ല. ആദ്യം തടന്നേ ഉഷാറായിട്ട് എന്നിട്ട് ഇരിക്കും. ചപ്പ് ചവറ ഇട്ട് കൊടുക്കണം. ചപ്പ് ചവറ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും കാമറയാ ചപ്പ് ചവറേ ചീഞ്ഞ ചവറകൾ ഇതിൽ അടക്കിയിട്ട് കൊടുക്കാണ്. മീൻ കൂട്ടാൻ്റെ സാധനങ്ങൾ തന്നെയല്ലേ ചേർത്തേണേ. ജഗ്ഗുൻ്റെ മുഖം പോയി മീൻ കൂട്ടാൻ്റെ പോലെ വെക്കുന്ന കണ്ടപ്പോൾ. സരിതാട്ടും കാട്ടം കണ്ടുണ്ടോ? അങ്ങോട്ട് വാ. ഇന്നസെന്റ് പറയില്ലേ ആട്ടുംകാട്ടം എന്നല്ലേ പറക്കി തരുന്നത്? കാശല്ലേ? കാശല്ലേ. ആട്ടുംകാട്ടം ഇങ്ങനെയാണ് കണ്ട മണിയായിട്ട്. പക്ഷേ ഇത് കുറപ്പൊടിഞ്ഞിട്ടുണ്ട്. അവർ എടുത്തു വെച്ചിട്ടേ ഇത് വെറുതെ കുറച്ച് ഇട്ട് കൊടുക്കുള്ളൂ. ഞാൻ അപ്പോൾ അങ്ങനെ ആട്ടുംകാട്ടം 1 കിലോന് 10 രൂപ അല്ലേ? ചവറും കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി ചേട്ടാ. ഒന്നാമത്തേൽ അത് പൊന്തണുള്ളൂ. അപ്പോഴേക്കും തന്നെ ചാണകം ഇട്ടിട്ടില്ലേ ഇതില്? എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാണപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത്രയ്ക്കധികം ചവറ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ കൂടെ എൻ്റെ ദൈവമേ ഇതൊക്കെ താങ്ങാൻ പറ്റുമോ ഈ കൈപ്പക്കായ്ക്ക്? അതും കുഞ്ഞു തൈ. അതിലടി ചവറില്ലേ, ചവറ് ഒരിക്കലും ഇതാവില്ല. വളമായിട്ട് വരണമെങ്കിൽ എത്ര നാൾ പിടിക്കും? ചീഞ്ഞ് വരണ്ടേ? അതൊരു
കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ ഈ കൂർക്കവളേ ഈ ആട്ടുംകാട്ടല്ലേ അത് മെല്ലെ ഇതാവുള്ളൂ, മണിയൊക്കെ അലിഞ്ഞ് വരുമ്പോൾ നാളെ കുറുപ്പിൻ്റെ നെഞ്ഞത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തു നിന്ന് പറഞ്ഞതാണ് ചേട്ടൻ്റെ രീതി. മുന്നൊക്കെ വെക്കുമ്പോൾ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, പറയും എന്നിൽ നിന്ന് വേറെ ഒന്നും പ്രതീക്ഷിക്കരുത്, ഞാൻ നടും, നിങ്ങൾക്ക് ഉണ്ടാവാം. ഇപ്പം ഇടാൻ തുടങ്ങിയപ്പോൾ അതേ ഒരു ലിമിറ്റ് ഇല്ലാണ്ട് തോന്നിയ പോലെയാണ് വളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് വളല്ലേട്ടാ, തനി ജൈവം. ഈ കർഷകശ്രീ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണോ? അത് ചേട്ടൻ വെറുതെ പറയണതാട്ടാ, പലരും അത് തെറ്റിദ്ധരിച്ച് ചേട്ടൻ അത് സീരിയസ് ആയിട്ടാ പറയണ വെച്ചിട്ട്. ഞാൻ തമാശക്കാണ് പറഞ്ഞേ, ഞാൻ വെറുതെ രസം കോമഡി അല്ല, അങ്ങനെ വെറുതെ പറയുമ്പോഴാണല്ലോ നമുക്കൊരു ആവേശം വരാൻ വേണ്ടി. അതന്നെ, ഒരു ആവേശത്തിന് വേണ്ടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അവാർഡുകളൊന്നും വേണ്ട, നമുക്ക് എന്തിനാ അവാർഡ്, നമുക്ക് നിങ്ങളുടെ അവാർഡ് മതി. ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അല്ല ചിലര് നല്ല നമ്മൾ ചീണ് കാണുമ്പോൾ അവർക്ക് അതൊരു മോട്ടിവേഷനായിട്ടേ അവര് പറമ്പിൽ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് വരും. അതാണ് നമുക്ക് കിട്ടുന്ന അവാർഡ്. അതുപോലെ മറ്റേ റോഡ് വൃത്തിയാക്കണ വീഡിയോ ഇല്ലേ, സുജിത്തും ചേട്ടനും കൂടിയിട്ട് റോഡ് വൃത്തിയാക്കിയത്, അതില് ഒരു കമന്റ്, അയ്യോ ആരാ ഇട്ടെന്നോ എനിക്ക് ഓർമ്മയില്ല, കുറേ നാളായിരുന്നു മുറ്റവും ഇതൊക്കെ പുല്ലും കാടും പിടിച്ചിട്ട് അത് വൃത്തിയാക്കണം എന്ന് വിചാരിച്ച് പിന്നേക്ക് അങ്ങനെ മാറ്റി വെച്ചിരിക്കണോന്ന്. നമ്മുടെ ഈ വീഡിയോ കണ്ട പക്ഷെ ഒരു എന്നിട്ട് അപ്പം തന്നെ അന്നത്തെ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ക്ലീൻ ആക്കിന്ന്. വേറൊരാൾ ചീണ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആവേശം വരും. ആ മുറ്റം പോലും ഞെട്ടിണ്ടാവുന്നു, ഇത്രക്ക് വൃത്തിയാക്കി എന്നെന്ന് വെച്ചിട്ട്. അങ്ങനെ ഒരു കമന്റ് കണ്ടു. അത് നന്നായി തിളച്ച് ഇതാവണം, കുറുകി വരണേ. നീ ശരിക്കും മീൻ കൂട്ടാൻ്റെ മണല്ലേ? മീൻ കൂട്ടാൻ്റെ വെപ്പാണ്. ഇതിൽ ഇത്തിരി പുളി അങ്ങോട്ട് പിഴിഞ്ഞു നോക്കിയായിരുന്നു അല്ലേ? അല്ല ഒരു പുളി വേണ്ട കൂട്ടാന്, ഇതിന് തിളച്ചതാവട്ടെ. നാളെ പാലത്തെ വെള്ളം പിന്നെ ഈ പടവലങ്ങിന്ന് നന്നായി വെള്ളം വരില്ലോ, എന്നിട്ട് വേണം കാച്ചാൻ. എന്തായി കൂട്ടാൻ ലെവലായി, നല്ല കളറായി. ഇളക്കിയ ചേട്ടൻ ഇളക്കി ഇങ്ങനെ മറ്റേ ചിറ്റിച്ചു. അതെ, ഞാൻ ഒറ്റയ്ക്കല്ലോ ഇവിടെ. അപ്പൊ പിന്നെ ഞാനോ? അല്ല, നീ ഇപ്പൊ വന്നല്ലോ. ജഗുവിനെ ട്യൂഷന് പോണം, ജഗുവിന് ഷൂട്ട് ചെയ്ത് തുടങ്ങതേ. ജഗു ട്യൂഷന് പോയി. അപ്പൊ പിന്നെ ജഗുവിന് ദോശ ഉണ്ടാക്കി കൊടുത്തു. ഇറക്കാറായില്ലേ? അപ്പൊ ഇത് ഇറക്കിയിട്ട് കാച്ചാട്ടാ. അയ്യോ, ഇപ്പൊ പുളി മിളകൊന്നും നോക്കിയില്ല, ഉപ്പുണ്ടാവോ? എങ്ങനെയും നമ്മുടെ അടുത്ത് കൈ നോക്കൂലേ, അതൊരു ശീലമാണ്. ഉപ്പില്ല, ഉപ്പ് കുറവാ. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല രസമുണ്ടല്ലോ. ചെമ്മീനില്ലാണ്ട് തന്നെ ഇങ്ങനെ വേണേൽ വെക്കാം. ഇത്തിരി പുളി പിഴിഞ്ഞ് വെച്ചാൽ മതി. കൂട്ടാൻ കാച്ചാനായിട്ട് ഞാൻ ഉള്ളി അരി വെച്ചിട്ടുണ്ട്, വേപ്പിൻ്റെ അല്ലിയുണ്ട്. ഇനിയാണ് നമ്മൾ ചെമ്മീൻ ചേർക്കാട്ടാ. കാണുന്നവർ വിചാരിക്കണ്ടായി ചെമ്മീനും പടവലങ്ങിന്ന് പറഞ്ഞിട്ട് ചെമ്മീൻ ഇതുവരെ ചേർത്തില്ലല്ലോ എന്ന്. ഇതിൻ്റെ തല വേണ്ട, തല മാറ്റാം. എടുത്ത ചെമ്മീൻ കഴുക ഒന്ന്. കാച്ചാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതേ ഭയങ്കര ചൂടായി. അതിലേക്ക് ഉള്ളി അരിഞ്ഞതിട്ടു. വെളിച്ചെണ്ണ അധികമായി അതേമി. വെളിച്ചെണ്ണ ഇത്തിരി കൂടുതലാണ്. നീ ഉള്ളി കണ്ടമാനെടുത്തിട്ടുണ്ട്. ഉള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനേ ഈ നാളികേരപ്പാലിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണ തെളിഞ്ഞിട്ട് ഇതിലുണ്ട് നല്ലോണം. ഉള്ളി മൂത്തോണ്ടിരിക്കുകയാണ്. അപ്പം അതിലേക്ക് നമ്മൾ തല ഉള്ളി മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇടുക കേട്ടോ. അതിലത്തെ വെള്ളം മണം വരുന്നത് ചേട്ടാ. പിന്നിലുണ്ട്
എന്തുട്ടിനെ ഉദ്ദീപിപ്പിക്കണ മണമെന്നൊക്കെ ചേട്ടൻ പറയാറുണ്ടല്ലോ. അതൊക്കെ ആ സമയത്ത് പറഞ്ഞത്. ഇപ്പം ഞാനിതിങ്ങനെ ഇത് പിടിച്ചിരിക്കല്ല, അപ്പം എനിക്ക് പറയാൻ പറ്റില്ല. പറ്റില്ലല്ലേ, നമ്മൾ കോൺസെൻട്രേഷൻ കിട്ടണം. ആ അത് തന്നെ കളച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വന്നേനെ. എൻ്റെ രസമുകുളങ്ങൾ എന്നാവുമ്പലല്ലേ മനസ്സിൻ്റെ ഇതിനെ എന്തുട്ടിനൊക്കെ ഉദ്ദീപിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് ഓരോ മണം കേൾക്കുമ്പോൾ. മൂത്തൂട്ടാ, കേപ്പിൻ്റെ അല്ല കുറഞ്ഞു ചേട്ടാ. അത് മതി, അതിന് മുന്നേ ഇട്ടതല്ലേ. അതിട്ടുണ്ട്. 3 കതിര് ഇത് ഒഴിക്കുകയാണ്. തെറ്റി. അയ്യോ, അങ്ങോട്ട് തിരിക്കണേന് വേറെ ഇങ്ങോട്ട് തിരിച്ചു. അതിൽ പെട്ടില്ല. ഏത് ഇല്ല ഭാഗ്യം. അപ്പോൾ കൂട്ടാൻ കാച്ചൽ കഴിഞ്ഞു. കൂട്ടാൻ്റെ ഭംഗി മാത്രമല്ല മതി. പിന്നെ നമ്മളിവിടെ പൂക്കളുണ്ട് കേട്ടോ, നമ്മളെല്ലാ ദിവസം പൂക്കളുണ്ട് കേട്ടോ. നമ്മള് കുഞ്ഞു പൂക്കളങ്ങൾ, സിമ്പിളായിട്ടുള്ള കുഞ്ഞു പൂക്കളങ്ങളാണ് ഇടാറ്. എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഇടും. അത് എന്താ പറയുക, പണ്ടത്തെ പോലെ ഇങ്ങനെ മുറ്റം ചാണകം മെഴുകി അങ്ങനെയൊക്കെ ഇടുമ്പോഴല്ലേ വീഡിയോ കാണിക്കാൻ. ഇതിപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ഇന്നിട്ട് കാണിക്കാനുള്ള വെച്ചിട്ടാണ് കാണിക്കാത്തത്. പക്ഷേ കമൻസ് വരുന്നുണ്ട്, നിങ്ങൾ പൂക്കളൊന്നും ഇടാറില്ലേ, ഇതൊന്നും കാണിക്കില്ലല്ലോ എന്ന് ചോദിച്ചിട്ട്. ആ പൂക്കളിടുന്നുണ്ട് കേട്ടാ, ചോറിനല്ലേ. അതുകൊണ്ട് ഇപ്പം ഇത് പറഞ്ഞേ, കമൻറ്റുകൾ കണ്ട കാരണം. നല്ല വിശപ്പായി, കുളിച്ചപ്പോഴേ ഭയങ്കര വിശപ്പായി. ആദ്യം ഞങ്ങളുടെ ഈ അറയത്ത് അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ അറയത്ത് വന്നിരിക്കും. ടേസ്റ്റിയിൽ ഇവിടെ ഇരുന്നിട്ടായിരുന്നു പണ്ട്. പിന്നെ ടേസ്റ്റ് ചെയ്യുന്ന ടൈമിൽ മാത്രമേ ഞാൻ വരാറുള്ളൂ. പിന്നെ കമൻസ് ഇങ്ങനെ വന്നിട്ട് ഒപ്പം ഞാനും നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ആവശ്യപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും നിന്ന് തുടങ്ങിയത്. അതുവരെ ഞാൻ വരാറില്ല. ആദ്യം പണ്ടൊന്നും ഞാൻ വരാറേ ഇല്ല അല്ലേ. ശബ്ദം എന്നിട്ട് വിഴുങ്ങാണോ ചങ്കിലിരിക്കാനാ? എന്നിട്ട് ഇപ്പോഴാണ് ചാവയ്ക്കുന്നത്. സൗണ്ട് ഉണ്ടാക്കാണ്ട് ചാവക്കി, അല്ലെങ്കിൽ ഇത് ഊരനാ മൈക്ക്. അതല്ല, കുറേ ഈ ASMR ചാനലുകളില്ലേ, സൗണ്ട് കഴിക്കണതിൻ്റെ സൗണ്ടും മുറിക്കണത് അങ്ങനെ എല്ലാത്തിൻ്റെ സൗണ്ടാണ് അതിൽ മെയിനായിട്ട് നിൽക്കുന്നത്. നല്ല കൂട്ടാട്ടാ.